ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെങ്കിലും, നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് എന്താണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിലും അതിനെ മാറ്റിമറിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് നിങ്ങൾക്കിത് വിശ്വാസം വരണം. കുറച്ച് പേർക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല. ആ ഒരു വിശ്വാസം നിങ്ങളിലോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടിയിട്ട് പറയാം. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ കൺമുൻപിൽ ഞാൻ കണ്ട് അറിഞ്ഞ ഒരു കാര്യം കൂടിയിട്ടാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, അതായത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 20-21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും അവൾക്ക് വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ട് ജാതകം നോക്കിയ സമയത്താണ് 28 വയസ്സിന് ശേഷം അവളുടെ ജാതകത്തിൽ ബ്ലാങ്കാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു സമയത്ത് അവളുടെ ലൈഫിൽ കാണിക്കുന്നത് മരണതാണ്. ആ ഒരു മരണത്തെ അവൾക്ക് ജയിക്കാൻ സാധിച്ചാൽ പിന്നെ ദീർഘായുസാണെന്നാണ് ആ നോക്കിയ തിരുമേനി പറഞ്ഞത്. അപ്പം അവരങ്ങനെ അത്ര വലിയ വിശ്വാസികളൊന്നുമല്ല. നമ്മളെപ്പോലെ ഈ പറയുന്ന പോലെ ക്ഷേത്രത്തിലൊക്കെ പോകും, പ്രാർത്ഥിക്കും എന്നതിനേക്കാൾ ഉപരി വ്രതങ്ങൾ എടുക്കുകയോ ഭയങ്കര ഡീപ്പായിട്ട് ഭഗവാനെ വിളിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തികളൊന്നുമല്ല. അപ്പം എല്ലാവരെയും പോലെ ആദ്യം ഇത് കേട്ടപ്പം ഷോക്കായി പ്രഗത്ഭരായിട്ടുള്ള കുറേ തിരുമേനിമാരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചപ്പം എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യമാണ്. പിന്നെ കുറേ പേര് ഇത്ര വലിയ പൂജകളൊക്കെ ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പം ഒരു കച്ചിത്തുരുമ്പ് എന്ത് കിട്ടുന്നോ അതിൽ പിടിച്ച് കയറാനേ നമ്മളെപ്പോഴും നോക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ആ സമയത്ത് അവരും നോക്കി. അപ്പം ഞങ്ങൾ ഒരേ പ്രായമാണ്. അന്നൊന്നും ആ സമയത്തൊന്നും ഞാൻ ഇത്ര മാത്രം ഡീപ്പായിട്ട് ഭക്തിയിലോട്ടൊന്നും ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ളൊരു സമയമല്ല. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 2 വയസ്സിന്, എന്നെക്കാട്ടിലും 2 മാസത്തിന് അവൾ മൂത്തതാണെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതറിഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് അറിഞ്ഞപ്പോൾ പൂനെയിലായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞു, സാരമില്ല, നീ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം, വ്രതമൊക്കെ എടുക്കുക, തിങ്കളാഴ്ച വ്രതമൊക്കെ. അപ്പം അന്നത്തെ എൻ്റെ അറിവ് വളരെ തുച്ഛമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച വ്രതമൊക്കെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കൂ, മാർക്കണ്ഡേയൻ്റെ കഥ നീ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ചിരുന്നപ്പം ഇവർക്കായിട്ടത് ദൈവം എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻറ്റിന് എപ്പോഴും ഒരാളെ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറയുന്നത് പോലെ അവർക്ക് മുൻപിലും, അതായത് അവളുടെ അച്ഛനും അമ്മയ്ക്കും മുൻപിലും ഒരു ടേണിംഗ് പോയിൻ്റായിട്ടൊരു വ്യക്തിയെ കൊണ്ടു നിർത്തി. തിരുമേനി പറഞ്ഞത്, ഒരു മന്ത്രം എടുക്കുക, ആ ഒരു മന്ത്രത്തെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അതായത് മരണഭയം പോലും മാറി നിൽക്കുന്ന, മരണസമയത്ത് നമ്മൾ ജപിക്കേണ്ടുന്ന നാരായണ മന്ത്രം ജപിക്കുക, കഴിയുന്നത്ര ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, മോളെ കൊണ്ട് പറ്റുന്നത്ര നന്മ പ്രവർത്തികൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആ സമയത്ത് ആ ഒരു ദോഷം നീങ്ങിക്കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പം അവൾ പിന്നെ ആ ഒരു രീതിയിലോട്ടായി. അതായത് ആൾ ഭയങ്കര കൃഷ്ണഭക്തയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രിയമാണ്. അപ്പം ആ ഒരു കൃഷ്ണ എന്നതിന് പകരം നാരായണ എന്നുള്ള നാമം ജപിച്ചു തുടങ്ങി. ഒപ്പം തന്നെ നാരായണീയം ജപിച്ചു തുടങ്ങി. നാരായണീയം എല്ലാ ദിവസവും ഓരോ ദശകം വെച്ച് നാരായണീയവും ജപിച്ചു തുടങ്ങി. നാരായണ എന്നുള്ള മന്ത്രവും ചൊല്ലിത്തുടങ്ങി. പിന്നെ ക്ഷേത്ര ദർശനം, അതിപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും അതായത് പ്രഗത്ഭനായിട്ടുള്ള ഒട്ടുമിക്ക ക്ഷേത്രവും അവളിപ്പോൾ തന്നെ സന്ദർശിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ഒരു ക്ഷേത്രം എന്നുള്ളൊരു കണക്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം. അപ്പം ആർക്കാണ് ജീവനിൽ കൊതിയില്ലാത്തതെന്ന് പറയുന്നത് പോലെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത വ്യക്തികളൊന്നുമില്ല. അത് തന്നെയല്ല. അപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചു, നീ എന്താണ് ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? എനിക്കൊന്ന് അറിയാനുള്ളൊരു കൗതുകത്തിന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും വേദനിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. കാരണം ആൾ 2ാമത്തെ കുട്ടിയാണ്, അപ്പോൾ 2 മക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കില്ലേ? അപ്പോൾ അവർ വിഷമിക്കരുതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പിന്നീടുള്ള കാരണം ഭഗവാൻ അറിയില്ല. അപ്പോൾ ഭഗവാൻ എന്നെ നോക്കിക്കോളൂ. ശരി, അങ്ങനെ അതും നടന്നു. പിന്നെ കഴിയുന്നതുപോലെയുള്ള ദാനം ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് അന്നദാനത്തിൻ്റെ മഹത്വം ഞാൻ ഇത്രമാത്രം മനസ്സിലാക്കിയത്. അതിനു മുൻപ് കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്, നമ്മളും വല്ലപ്പോഴുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അന്നദാനത്തിന്
ക്ഷേത്രപരിപാലനത്തിന് ഇത്രമാത്രം മഹത്വമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ കൺമുൻപിൽ കണ്ട ഒരു അനുഭവം, എത്രമാത്രം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയ സമയങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്ന് പറയുന്നത്. അങ്ങനെ അന്നദാനം ചെയ്യാനും ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പം അവളെക്കൊണ്ട് പറ്റുന്നത് പോലെ, ഇപ്പോൾ വലിയ കാശുകാരൊന്നുമല്ല, ഒരു മീഡിയം ഫാമിലിയാണ്, പക്ഷേ അവളെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചു തുടങ്ങി. ഏകദേശം ആദ്യത്തെ ഒരു 2 വർഷം എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു മനസ്ഥിതിയിൽ അവൾ തുടങ്ങിയെങ്കിൽ ഏകദേശം ഒരു 23-24 വയസ്സൊക്കെ ആയപ്പോഴേക്കും അതൊരു റുട്ടീൻ പോലായി. ലൈഫിൽ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതും ക്ഷേത്ര ദർശിക്കുന്നതും ക്ഷേത്രങ്ങളിൽ പോയി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ ഒരു റുട്ടീനായിട്ട് അവൾ എടുത്തു തുടങ്ങി എന്നുള്ളതാണ്. അത് പറയാൻ കാരണം, ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല. കാരണം ഇത്രയും നാളും ഞാൻ അറിയാത്ത മാനസിക ഒരു സുഖം, ഒരു സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. കാരണം അവൾ ക്ഷേത്ര ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അവരും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിപ്പോൾ അറിയാം, ഒരു പക്ഷേ ഞാൻ ഇനി മരിച്ചു പോയാലും നേരെ സ്വർഗത്തിലോട്ടായിരിക്കും കൂടി പോകുന്നത്. കാരണം അത്രമാത്രം കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ നാമം ജപിക്കുന്നതാണെങ്കിലും ക്ഷേത്ര ദർശനമാണെങ്കിലും അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലും ഒക്കെ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനവും ഒരു സന്തോഷവും ഒരു സുഖവും ഒക്കെയുണ്ട്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ഒരു പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു ഓളത്തിന് ഞാനങ്ങ് പോയാൽ എൻ്റെ ആത്മാവ് സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ നിന്ന് പോകുകയുള്ളൂ. പക്ഷെ അന്നൊന്നും എനിക്കതിൻ്റെ ആ ഒരു ആഴം എത്രമാത്രമാണ് എന്നുള്ളത് അനുഭവിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ള സമയമൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കതറിയാൻ പറ്റും. ഓരോ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോഴും ഓരോ പൂജകൾ ചെയ്ത് കഴിയുമ്പോഴും ഓരോ പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയി നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. അതെന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം അത് നമ്മൾ അനുഭവിച്ച് തന്നെ നമ്മൾ അറിയേണ്ട കാര്യവും കൂടിയിട്ടാണ്. അങ്ങനെ ആ ഒരു 28ാമത്തെ വയസ്സെത്തിയപ്പം എന്താണോ ജാതകത്തിൽ എഴുതിയിരുന്നത് അതേപോലെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചു. അതായത് ഒരു ആക്സിഡൻറ്റ് നടന്നു. നല്ലൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ആ കാറ് കണ്ടാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കും എന്നാരും പറയില്ല. ഞങ്ങളെല്ലാം വിചാരിച്ചു തിരിച്ചു കിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. ഏകദേശം ഒരു 7 ദിവസത്തോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ആൾ വെൻറ്റിലേറ്ററിൽ കിടന്നിട്ടുണ്ട്. അതായത് വെൻറ്റിലേറ്ററിൽ കിടന്നതുകൊണ്ട് മാത്രമായിരുന്നു ആ സമയത്ത് ജീവനുണ്ടായിരുന്നത്. പക്ഷേ 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പം ആൾ സ്വന്തമായി ശ്വാസമെടുത്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, 5ാമത്തെ വർഷം തുടങ്ങാൻ പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ ആ സമയത്ത് അനുഭവിച്ചൊരു ടെൻഷനുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയട്ടേന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടോ, അത്രമാത്രം ഇത്രയും. അപ്പം അവളുടെ അമ്മ ആ സമയത്ത് അവിടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യം, ഇത്രയും എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടും ഞങ്ങൾ ആഗ്രഹിച്ചത് തന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞാൽ ആ ആശുപത്രിയിലിരുന്ന് കരഞ്ഞൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ തലയിൽ എഴുതി വച്ചിരിക്കുന്ന വിധിയൊന്നും അല്ല. നമ്മുടെ വിശ്വാസവും നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വിധിയെ തോൽപ്പിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയത് ആ ഒരു സമയത്താണ്. ഞാനിതിപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം, ഇന്നലെയും എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വിധിയെ തോൽപ്പിക്കാൻ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇട്ടപ്പം അതിൽ വന്നൊരു കമൻറ്റാണ്, വർഷം 10-15 ഞാൻ കിടന്നങ്ങ് അനുഭവിക്കുകയാണ്, നരകിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. സന്തോഷമെന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടേയില്ല, എല്ലാ ദിവസവും കണ്ണുനീരാണ്, ഞാൻ മടുത്തു എന്നും പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. അപ്പം ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മദോഷം എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ കർമ്മദോഷത്തെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് ലൈഫിലോട്ട് നല്ലത് വരും. ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രാർത്ഥനയുടെ ഫലമായും ദാനധർമ്മങ്ങളുടെ ഫലമായും ജീവിതം തിരിച്ചു കിട്ടിയവരെക്കുറിച്ച്. അപ്പം
എല്ലാ ദിവസവും നിങ്ങളൊരു മന്ത്രം നിങ്ങൾ ശീലമാക്കുക. നാരായണനാമം, നമഃശിവായ, ശരവണഭവ, അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ദേവൻ്റെ ഒരു മന്ത്രം നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ഉപബോധ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ചിലർ എൻ്റെ കൃഷ്ണ എന്നെപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയാറുണ്ട്. അപ്പം അത് അവരുടെ നാവിൻ തുമ്പിലുള്ളൊരു മന്ത്രമാണ്. ആ മന്ത്രത്തെ നമ്മൾ നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതിപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ. ഇപ്പോൾ കുറേ പേര് പീരിയഡ്സ് ആണ് ചൊല്ലരുത്, പുലയുണ്ട് ചൊല്ലരുത്, വാലായ്മയുണ്ട്, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അമ്മമാരും അച്ഛന്മാരും നമുക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് അശുദ്ധി ഉണ്ടെങ്കിലും നമ്മളെ മാറ്റി നിർത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈശ്വരന്മാരും. വിളക്ക് കൊളുത്തരുത്, ക്ഷേത്രദർശനം നടത്തരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ദൈവങ്ങളുടെ, നമ്മൾ മുറുക്കി പിടിച്ചിരിക്കുന്ന ഈശ്വരന്മാരുടെ നാമം നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും ചൊല്ലാം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളിപ്പോൾ പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് വീഴാൻ പോയി, എൻ്റെ കൃഷ്ണ എന്ന് നമ്മുടെ വായിൽ വരും. ആ സമയത്ത് ഭഗവാൻ വന്ന് നിനക്ക് പീരിയഡ്സ് ആണ്, നീ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് നമ്മളെ ഒരിക്കലും ശപിക്കില്ല. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് മന്ത്രങ്ങൾ ദിനചര്യ ചൊല്ലുന്നതാണ്. ലക്ഷ്മിയുടെയും കൃഷ്ണൻ്റെയും മഹാദേവൻ്റെയും അതുപോലെ തന്നെ വാരാഹി അമ്മയുടെയും ഒക്കെ മന്ത്രങ്ങൾ. പക്ഷേ ഒരു മന്ത്രം അത് ജീവിതത്തിൽ സ്ഥിരമാക്കണം. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പം വീട്ടിലുള്ളവർ സമ്മതിച്ചൊന്നും വരില്ല ദൂരെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ. പക്ഷേ നിങ്ങളുടെ വീടിനടുത്ത് നടന്നു പോകാവുന്ന ദൂരത്തിൽ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബസ്സിൽ കയറിയിരുന്ന് പോകാൻ പറ്റുന്ന ദൂരത്തിൽ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നമ്മൾ വീട്ടിലിരുന്നൊരു നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാട്ടിലും 100 ഇരട്ടി ഫലം ഒരു ക്ഷേത്ര ദർശനത്തിന് നമുക്ക് തരാൻ പറ്റും. ആ ക്ഷേത്രത്തിൽ പോകുമ്പം ആ ക്ഷേത്ര പരിസരത്ത് കരിയിലകൾ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചൂലെടുത്ത് തൂക്കാൻ സാധിച്ചില്ലെങ്കിലും കൈകൾ കൊണ്ട് പെറുക്കി അതെടുത്ത് കളയുക. ക്ഷേത്ര ശുചീകരണത്തിൻ്റെ ഭാഗമാണത്. നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആരെങ്കിലും ആ ക്ഷേത്രം വൃത്തിയാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സഹായം വേണമെന്ന് ചോദിച്ച് പറ്റുന്നത് ചെയ്തു കൊടുക്കും. നമ്മുടെ ദോഷങ്ങൾ തീരാനുള്ള ഏറ്റവും നല്ല മരുന്നാണത്. അതേപോലെ തന്നെ ഒരു വ്യക്തിക്കെങ്കിലും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ആ വ്യക്തിയുടെ വിശപ്പ് ശമിപ്പിക്കാൻ ശ്രമിക്കുക. കയ്യിൽ ഒരുപാട് അന്നമുള്ളവന് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിലല്ല, കയ്യിൽ അന്നമില്ലാതെ വിശപ്പറിയുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിലാണ് മഹത്വമുണ്ടാവുന്നത്. ഒരുപാട് പേര് ഞാനിത് ചെയ്തു എനിക്ക് ഈ ഒരു പുണ്യം കിട്ടുമല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ദാനം പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നതിലാണ് മഹത്വമുണ്ടാകുന്നത്. ഈ 3 കാര്യങ്ങൾ മതി. ഞാൻ ഒരുപാട് പൂജകളും മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കുക, ഏത് ഈശ്വരൻ്റെ മന്ത്രം ഞാൻ ചൊല്ലണം, എന്ത് പ്രാർത്ഥന ഞാൻ ജപിക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ശീലമാക്കുക. ക്ഷേത്ര ദർശനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ശീലമാക്കുക. ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ശീലമാക്കുക. അതിനോടൊപ്പം തന്നെ അറിഞ്ഞുകൊണ്ട് ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കാതെ ഇരിക്കുക. നമ്മളൊരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് വെറുതെ പോലും നോവിച്ചാൽ അത് നമുക്ക് നമ്മുടെ ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ തകർക്കുന്ന നുണകൾ പറയാതിരിക്കുക. ചെറിയ ചെറിയ കള്ളങ്ങൾ, ആർക്കും ദോഷമാവാത്ത ചെറിയ ചെറിയ കള്ളങ്ങൾ പറയാമെന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ ദോഷമാവുന്ന രീതിയിലുള്ള കള്ളങ്ങൾ പറയാതെ ഇരിക്കുക. ഒരു മനുഷ്യനെ ഒന്നിൻ്റെ പേരിലും തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. അവിടെ നമ്മുടെ പതനം ആരംഭിക്കും. ഇപ്പം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ അവളേക്കാൾ കൂടുതൽ 2 മാർക്ക് എനിക്ക് വേണം എന്ന് വാശിക്ക് പഠിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഏത് വിധേനയും അവളെ തോൽപ്പിക്കണം, അവളേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണം എന്നുള്ള വാശിക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ പതനത്തിന് കാരണമാകും. നമ്മൾ നശിച്ചാലും ചുറ്റുമുള്ളവർ നന്നായി കാണരുത് എന്നുള്ള നമ്മുടെ മനസ്ഥിതി മാറ്റുക. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ നല്ലത് ചെയ്താലും അവരത് ചെയ്തോട്ടെ, നമ്മളത് ശ്രദ്ധിക്കാനേ പോവരുത്. അവരെന്ത് പറഞ്ഞാലും ഒരു കാതിൽ കൂടി കയറ്റി മറ്റേ കാതിൽ കൂടി വിട്ട് കളയുക. നമ്മൾ നമ്മുടെ പ്രവർത്തികൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും നന്മയായിരിക്കണം എന്നതല്ലാതെ വെറുതെ പോലും നമ്മൾ മറ്റൊരാൾക്ക് ദോഷമുണ്ടാവുന്നത് ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരുന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് വിജയമുണ്ടാവുക തന്നെ ചെയ്യും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. 1 നാമജപം, 2 ക്ഷേത്ര ദർശനം, മറ്റൊന്ന് ദാനധർമ്മം. അർഹിക്കുന്ന കൈകളിൽ മാത്രം കൊടുക്കേണ്ടുന്ന ദാനധർമ്മം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നിങ്ങളുടെ വിധി അത് എന്ത് തന്നെ ആയാലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മറിക്കാൻ ഇതിന് സാധിക്കും.
അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.